വിബൂസ് ഫാമിലി വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുറത്തേക്ക് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും മഴ തകൃതിയായിട്ട് പെയ്യുവാണ്. ഒരു ദിവസം പോലും ഇപ്പം മഴയില്ലാത്തതായിട്ടില്ല. എല്ലാ ദിവസവും മഴയും ഇടിയും മിന്നലും ഒക്കെയാണ്. പോരാത്തതിന് കറണ്ട് ഉണ്ടാവില്ല, പലയിടത്തും പോസ്റ്റുകളൊക്കെ മറിഞ്ഞു വീഴുന്നു, മരങ്ങൾ വീഴുന്നു. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നലെ ബാലൻസ് ഇട്ട പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുവാണ്. ഇന്നലെ ജിമ്മിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ആകെ ക്ഷീണമായിപ്പോയി. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ, ഒരിച്ചിരി മടി വരുവേ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ റീസൺ പിന്നീട് പറയാം. ഒന്നും കുക്ക് ചെയ്തില്ലെങ്കിലും ഇതുപോലെ ഒരു ചുമട് പാത്രം കഴുകാനുണ്ടാവും. നിങ്ങൾക്കും അങ്ങനെയാണോ? ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേഗം സാമ്പാറിനുള്ള മലക്കറിയൊക്കെ അരിഞ്ഞെടുക്കുവാണ്. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ്. എന്നും ദോശയല്ലേ, ഇന്ന് ഇഡ്ഡലി കഴിച്ചാലോ എന്ന് ആലോചിക്കുമ്പോൾ ഇഡ്ഡലി തട്ട് കഴുകുന്നത് ഓർത്തിട്ട് അയ്യോ വേണ്ടേ എന്ന് ആലോചിക്കും. ഇങ്ങനെ മടിക്കുന്ന ആൾക്കാരുണ്ടോ? സീരിയസ് ആയിട്ടും പറയുക, എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇഡ്ഡലി തട്ടൊക്കെ കഴുകിയെടുക്കുന്നത്. അതുകൊണ്ട് ദോശയാക്കി. അപ്പോഴേക്കും ഹസ്ബൻഡ് എത്തി. ബിബുക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നേ. ഹസ്ബൻഡിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേക്കും ആൾ എഴുന്നേറ്റ് ഓടി വന്നു. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ ചായ ഇട്ടു കേട്ടോ. അപ്പം ഇനിയിപ്പം മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴൊരു കാഴ്ച കാണുന്നു. അവൻ ഇടേണ്ട ചെരുപ്പെടുത്ത് അവൻ്റെ മാൻകുട്ടിക്ക് ചെരുപ്പ് കൂട്ട് നടത്തിക്കുവാണേ. അങ്ങനെ അവനിനി എഴുന്നേറ്റ് അവൻ്റെ കളികളായി കാര്യങ്ങളായി അവൻ നടന്നോളും. ഞാൻ വേഗം ചായയും കുടിച്ചിട്ട് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അമ്മ സാമ്പാർ ഓക്കെ ആക്കി സാമ്പാറൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ഡ്യൂട്ടിയാണ് ദോശ ചൂടാൻ. ഞാൻ ദോശ ചൂടാനായിട്ട് നിന്നു. ബിബുക്കുട്ടന് ഫസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബിബുക്കുട്ടന് ഫസ്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉച്ചത്തെ ചോറിന് മുമ്പെങ്കിലും അവനത് കഴിച്ച് കഴിയില്ല. അതുകൊണ്ട് അവൻ ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനൊരു ദോശയും ചുട്ട് കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുമായപ്പോൾ അപ്പോഴേക്ക് കൊണ്ടുവന്ന് കൊടുത്താലും ഇങ്ങനെ നുള്ളിപ്പറക്കി തിന്നോളും. എന്നാലും ഞാൻ അവൻ്റെ അടുത്തിരുന്ന് വാരി കൊടുക്കാണ്ട് അവനത് ഫിനിഷ് ചെയ്യില്ല. എട്ടര മണിക്ക് ഫുഡും കൊടുത്തിട്ട് ഞാൻ അടുക്കളയിൽ പോയി ദോശയൊക്കെ ചുട്ടിട്ട് തിരികെ വരുമ്പോൾ 9:05 അപ്പോഴും അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഞാൻ വാരി കൊടുത്തു. അത് കഴിഞ്ഞ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ വാലിലിങ്ങനെ തൂങ്ങി അച്ഛൻ എവിടെ പോയാലും ബിബുക്കുട്ടൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ഡ്യൂട്ടി ഉണ്ടാവില്ല. തലേന്നത്തെ മീൻ കറിയും ദോശയും സാമ്പാറും കൂട്ടി അങ്ങൊരു പിടി പിടിച്ച് ഒരു ദോശയാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഈ ജിമ്മിൽ പോകുന്നതുകൊണ്ട് മാക്സിമം ഡയറ്റ് നോക്കാറുണ്ട്. ഡയറ്റ് ഇപ്പോൾ ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ നോക്കി തുടങ്ങിയിട്ട്. അപ്പോഴേക്കും ചോറ് തിളച്ചമ്മ ചാക്സിലാക്കിയിരുന്നു. ഇച്ചിരി കൊഞ്ചിരിപ്പുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ കൊഞ്ച് പെരട്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കൊഞ്ച് പെരട്ടിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അമ്മ സെറ്റ് ചെയ്യുമ്പോഴേക്കും ബിബുക്കുട്ടന് ഞാൻ ഏത്തപ്പഴം ഇച്ചിരി നെയ്യിൽ വഴറ്റി കൊടുത്തു. അത് കഴിക്കുമോ അറിയില്ല, എന്നാലും കൊടുത്തു നോക്കി. എന്നിട്ട് ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് പാത്രം കഴുകാനായിട്ട് നിന്നു. ഇന്നത്തെ ദിവസത്തെ സെക്കൻഡ് സ്റ്റെപ്പ് പാത്രമാണ് ഈ കാണുന്നത്. അത്രയും നമ്മൾ വീട്ടിൽ ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ മഴ ശക്തിയായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരസ്പരം പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിക്കേണ്ട അവസ്ഥയാണ്. വീട്ടിൽ ഷീറ്റ് ഇട്ടേക്കുന്നവർക്ക് അത് മനസ്സിലാവും. ശക്തമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയുന്നത് കേൾക്കാൻ പറ്റില്ല. ഞാൻ അടുക്കളയിൽ നിന്ന് വന്നെത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ബിബുക്കുട്ടൻ ഏത്തപ്പഴം ഇനി തലേണയായിട്ട് വെച്ച് കിടക്കുമെന്ന് തോന്നി.
എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം ഇവൻ എവിടെ നിന്നാണ് വരുന്നത് ഉറക്കമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അടുത്തിരുന്ന് തട്ടി ഉണർത്തി അവൻ്റെ ഉറക്കം കളഞ്ഞ് അവന് ഫുഡ് കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും മണി 12 കഴിഞ്ഞിരുന്നു. ഇനി ഒരു അവിയലും കൂടി വെക്കണം. അമ്മ അപ്പോഴേക്കും കൊഞ്ച് പുരട്ടൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇനി അവിയൽ മാത്രം വെച്ചാൽ മതി. അപ്പം ഞാൻ ഫാസ്റ്റായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യും പോലെ ഇരിക്കും പെട്ടെന്ന് കറി വയ്ക്കുന്നത്. അങ്ങനെ ഫാസ്റ്റായിട്ട് ഈ മലക്കറി സാമ്പാറിനായാലും അവിയലിനായാലും ആ മലക്കറിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞെടുക്കുന്ന പാട് അതൊരു പാടേ അല്ല, വേഗം തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നത്. പക്ഷേ ഈ ചെത്തി എടുക്കലൊക്കെ ഉണ്ടല്ലോ, വൃത്തിയാക്കി എടുക്കൽ, അതാ കുറച്ച് കഷ്ടം. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അമ്മ വേഗം തന്നെ അവിയലിനൊക്കെ റെഡിയാക്കി. അവിയലുമായി എനിക്കായാലും അമ്മയ്ക്കായാലും അമ്മ മുമ്പേ ചെയ്തു വരുന്ന ശീലമാണത്. 1 മണിക്ക് മുന്നേ ചോറിൻ്റെ കാര്യങ്ങൾ, 9 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയണം. 1 മണിക്ക് മുമ്പ് ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയണം. കാര്യം എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഈ 1 മണിക്ക് മുന്നേ ചെയ്യുവാണെങ്കിൽ നമ്മൾ ജോലി പക്കയായിട്ട് 1 മണിക്ക് മുമ്പ് ചെയ്തു തീർക്കണം. ഇത് എൻ്റെ അമ്മയുടെ പോളിസിയാണ്. ഇത് കണ്ടാണ് ഞാൻ ശീലിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും 1 മണിക്ക് ശേഷം കിച്ചണിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതാണ് നല്ലത്. ഇപ്പം ഈ മഴ സീസൺ ആയതുകൊണ്ടല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ ഈ ഉച്ചം തലയിൽ വെയിലടിക്കുന്ന സമയമല്ലേ ആ സമയം. അപ്പോൾ ആ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടായാലും നമ്മൾ ഈ തീയുടെയും പുകയുടെയൊക്കെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നമ്മൾ മാക്സിമം ഒരു 12 മണിക്ക് മുമ്പേ ജോലി തീർത്താൽ അത്രയും നല്ലതാണ്. പിന്നെ ചിലർ നിർബന്ധമായിട്ട് പറയും 1 മണിക്ക് ശേഷം ഫുഡ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. ചൂടോടെ ഫുഡ് കഴിക്കണം എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ശേഷം, അതായത് 1 മണിക്ക് ശേഷം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്താലേ ഇഷ്ടപ്പെടത്തുള്ളൂ. ചൂടോടെ ഫുഡ് കഴിക്കുന്ന പലർക്കും പല താല്പര്യങ്ങളാണ്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെയും കാര്യം പറയുക, ഞങ്ങൾക്ക് 1 മണിക്ക് മുമ്പ് ജോലി തീർത്തില്ലെങ്കിൽ വല്ലാത്ത വിമ്മിഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ ജോലിയൊക്കെ 1 മണിക്ക് മുമ്പ് തന്നെ തീർത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ അച്ഛന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഹസ്ബൻഡ് നല്ല ഉറക്കമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ അനുവദിക്കില്ല, ഞാൻ അനുവദിക്കില്ല ഉറങ്ങാനായിട്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ കിടക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ 4-5 മണി വരെ ഒരേ കണക്ക് കിടന്ന് ഉറങ്ങിക്കോ. പക്ഷേ അസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് എപ്പോഴാകുന്നോ അപ്പോഴും ഞാൻ വിളിച്ചുണർത്തി ഫുഡ് കൊടുക്കും. അങ്ങനെ ഞാൻ ഫുഡ് എടുക്കുകയാണ്. വിളിച്ചുണർത്തിയിട്ടാണ് വന്ന്, ഇനി വീണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല. ഫുഡൊക്കെ എടുത്ത് വെച്ചു. അച്ഛനും ഹസ്ബൻഡിനും ഞാനും കൊടുത്തു. ഞങ്ങൾ 3 പേരും കഴിക്കാനിരുന്നപ്പോഴേക്കും അവർ കാഴ്ച കാണുന്നത് ഈ കൊഞ്ച് പെരട്ട് വെച്ച ചട്ടിയിലേക്ക് അമ്മ ചൂട് ചോറ്, കൈ വെന്ത് പോകുന്ന ചൂടാണ്, ചൂട് ചോറ്, സാമ്പാർ, അവിയൽ, കൊഞ്ച് കറി, അച്ചാറൊക്കെ ഇട്ടിട്ട് അമ്മ വിരവാൻ നോക്കുവാണ് കേട്ടോ. അതും പറ്റുന്നില്ല, നല്ല ചൂടാണ്. അങ്ങനെ അമ്മ വിരകി എടുക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് വായിൽ വെള്ളം ഊറിയിട്ട് വയ്യ. നോക്കുമ്പോണ്ട് അമ്മ ഓരോ ഉരുള കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കുക, അടുത്ത് ഹസ്ബൻഡിന് കൊടുക്കുക. അപ്പം എനിക്ക് ഉറപ്പായി അടുത്ത് എനിക്ക് കിട്ടുമെന്ന് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അമ്മയെ കഴിക്കാൻ സമ്മതിക്കില്ല, പിടിച്ച് വാങ്ങും കേട്ടോ മൊത്തം. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എനിക്ക് ജിമ്മിൽ പോകാനായിട്ട് തോന്നിയില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും അമ്മ പോയി കഴിഞ്ഞു. 5:30 മണിയായി കഴിഞ്ഞു. അങ്ങനെ ഞാൻ വേഗം ചായ ഇട്ട് ബിസ്ക്കറ്റ് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയും ബിസ്ക്കറ്റും ബ്രെഡൊക്കെ ഞാനും ഹസ്ബൻഡും വാവയും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഹസ്ബൻഡ് ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് ഗുളിക മരുന്നൊക്കെ കൊടുത്ത് വിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വെജിറ്റബിൾസിൻ്റെ സാലഡ് ഉണ്ടാക്കി കൊടുത്തു. ചപ്പാത്തിയും വെജിറ്റബിൾസ് സാലഡുമാണ് ഹസ്ബൻഡ് കഴിക്കുന്ന രാത്രി. അങ്ങനെ അതും കഴിച്ച് പുള്ളിക്കാരൻ പോയി. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ബിബുക്കുട്ടനും പപ്പയും മമ്മയും കൂടി ഡാൻസും TV കാണലും ബഹളവുമാണ്. പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം കിച്ചൺ ഒതുക്കി. കാര്യം വെച്ചാൽ ഇന്ന് എൻ്റെ കുളി നടന്നിട്ടില്ല. ഈ മഴ സമയം ഒന്ന് മാനത്ത് കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു മന്ദതയാണ്. കുളിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഫുഡിൻ്റെ കാര്യത്തിലൊന്നുമില്ല. അപ്പോൾ തല കുളിച്ചില്ലെങ്കിലും രാത്രി കിടക്കുന്നതിന് മുന്നേ മേല് കഴുകണം. അപ്പോൾ അതുകൊണ്ട് വേഗം കിച്ചണൊക്കെ ഒതുക്കി
ഇന്ന് 3rd സ്റ്റെപ്പ് പാത്രം കഴുകലാണ് കേട്ടോ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ 3rd സ്റ്റെപ്പ് പാത്രവും കഴുകി. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇതിനും മാത്രം എന്തുവാണ് ഈ വീട്ടിൽ പാത്രം കഴുകാനിരിക്കുന്നത്, അതെനിക്കും അറിയില്ല കേട്ടോ. ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു തരാമോ? പിന്നെ ചില സമയം ചില ആളുകളൊക്കെ പറയാറുണ്ട് എടുക്കുന്ന പാത്രം അപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചുകൂടെയെന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കുക്കിങ്ങും കുഞ്ഞിനെ നോക്കലും കാര്യങ്ങളും എല്ലാം കൂടിയായിട്ട് നിൽക്കുമ്പോഴേക്കും ഈ എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുവാണെങ്കിൽ അതെല്ലാം കൂടി ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം കഴുകും. ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ കഴിയുമ്പോൾ ലഞ്ച് കഴിച്ച ശേഷം അത് കഴുകും. പിന്നെ ചായ ഇടലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അടുത്ത അത്. അങ്ങനെയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്നും വലിയ എളുപ്പപ്പണികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൂത്തുവാരുക, എനിക്ക് മേല് കഴുകണം, ബിബുക്കുട്ടന് മേല് കഴുകി കൊടുക്കണം, എന്നിട്ട് ഉറങ്ങാവുള്ളൂ. മണി 10 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ മേല് കഴുകിയിട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വീട്ടിലാണ്. അതിൻ്റെ റീസൺ പറയാമെന്നുള്ളത് വേറൊന്നുമല്ല, ബിബുക്കുട്ടന് ഫീഡ് ചെയ്യുന്നത്, ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. ബിബുക്കുട്ടന് 2.5 വയസ്സ്, ഇപ്പോൾ ഈ ജൂൺ 13 ഉള്ളൂ. ഫീഡിങ് നിർത്തുന്നത് വളരെ കഷ്ടമായിട്ട് എനിക്ക് തോന്നി. അവൻ ഭയങ്കരമായി കരയുന്നുണ്ട്, അവന് എന്തെങ്കിലും അസുഖം വരുമോ എന്നൊക്കെ എനിക്ക് പേടിയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് എന്നോട് നമുക്ക് 2 പേർക്കും കൂടി മാനേജ് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി മാനേജ് ചെയ്യാമെങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ ആ ഒരു കാര്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവൻ രാത്രി ഓവറായിട്ട് കരയുവാണെങ്കിൽ അച്ഛനും അമ്മയും നോക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഒരു 1 വീക്ക് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതോർത്ത് കരച്ചിലും വീഴ്ചലും ഒക്കെ ഉണ്ട്. എല്ലാവരോടും പരാതി പറയാറുണ്ട്. എന്നെ അമ്മ എന്നല്ല കൂടുതൽ വിളിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ അമ്മു എന്നാണ് വിളിക്കുന്നത്. അമ്മു എനിക്ക് ഫീഡ് ചെയ്യുന്നില്ല എന്ന് എല്ലാവരോടും പരാതി പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാവാറുണ്ട്. എന്ത് തന്നെ ആയാലും അവൻ അതിൽ നിന്ന് ഈ ഒരാഴ്ച തന്നെ ഇങ്ങനെ പൂർത്തിയാക്കിയത് തന്നെ എനിക്ക് വലിയ അതിശയമാണ്. മരുന്ന് ചോദിച്ച് മേടിച്ച് കുടിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ? എന്നാൽ അവനറിയാം ഞാനത് കൊടുക്കാണ്ടിരിക്കില്ല എന്ന്. ചുമയുണ്ട് കുഞ്ഞിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മരുന്നൊക്കെ കൊടുത്തു. ഇനി ആ മാൻകുട്ടിയെ കൊണ്ട് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.